ഡിയർ സ്റ്റുഡൻസ്, 2026 ഏപ്രിൽ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതുന്ന സ്റ്റുഡൻസിനുള്ള TMA അസൈൻമെൻറ്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യും, അത് എങ്ങനെ എഴുതും, എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡുകൾ, അവർക്കുള്ള ആൻസറാണ് ഈ ഒരു വീഡിയോയിൽ. അതുപോലെ ഈ ഒരു മാസത്തെ ഓൺലൈൻ ക്ലാസ്സും കൂടെ മിക്സ്ഡ് ആക്കിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഫസ്റ്റ് ഈ മാസത്തെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസുകൾ പറഞ്ഞുതരാം. നമ്മൾ +2 ക്ലാസ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ക്ലാസ് റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറയാറുള്ളത് പോലെ തന്നെ ബേസ് ഇംഗ്ലീഷിൻ്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 മുതൽ വരുന്നത് വീഡിയോസുകളാണ്. ആ വീഡിയോ ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇംഗ്ലീഷിൽ ഒരു 50% എബോ നിങ്ങൾക്ക് മാർക്ക് വാങ്ങി പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, അതുപോലെ മലയാളം, മറ്റ് സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ, അപ്പോൾ സോഷ്യോളജി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ MP3കൾ ഇവിടെ കിട്ടും. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് കിട്ടും. നിങ്ങൾക്ക് അസൈൻമെൻറ്റ് എഴുതണമെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. നിങ്ങൾക്ക് പോസ്റ്റ് വഴി NIOSൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് എഴുതാം. അല്ലെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാം. തൊട്ട് താഴെ കാണുന്ന 60% ചാപ്റ്റേഴ്സാണ് ഓരോ ക്ലാസ് റൂമിലും ഓപ്പൺ ആക്കുമ്പോൾ കാണുന്ന ഇത്തരത്തിലുള്ള ഇൻഡെക്സിലുള്ള ചാപ്റ്റേഴ്സുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ സോഷ്യോളജിയിൽ 20 ലെസൺസാണ് പഠിക്കേണ്ടി വരുന്നത്. അങ്ങനെ അതിൻ്റെ ഓരോ മൊഡ്യൂളിലും എത്ര മാർക്ക് വീതാ എന്നുള്ളതൊക്കെ നമ്മൾ താഴെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, ഒന്നും കൂടെ ആവർത്തിച്ചു എന്നുള്ളത് മാത്രം. നമ്മുടെ ഏറ്റവും ലാസ്റ്റായിട്ട് ടൈം ഷെഡ്യൂൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ NIOS +2 ഏപ്രിൽ ബാച്ച് ചാപ്റ്റർ ടൈം ഷെഡ്യൂളാണിത്. നിങ്ങൾ ഏപ്രിൽ ബാച്ചാണല്ലോ വരുന്നത്. ഇവിടെ ഓഗസ്റ്റിൽ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഏകദേശം ഒരു 4-5 മാസത്തെ 5ാമത്തെ മാസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ജനുവരി അടക്കം 6 മാസമാണ് ടോട്ടലി ഉള്ളത്. ഈ 6 മാസത്തിൽ നിങ്ങൾ ചാപ്റ്റേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തേണ്ടതാണ്. ഇനി ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളായിട്ട് നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി എത്ര ചാപ്റ്റേഴ്സുകളാണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അതിൻ്റെ എണ്ണം കാൽക്കുലേഷൻ ചെയ്ത് ഇതുപോലെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചാപ്റ്റേഴ്സുകളൊക്കെ ജനുവരി ലാസ്റ്റ് ആകുമ്പോഴേക്ക്, ഇനി അഥവാ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫെബ്രുവരി ഒരു 15 ആകുമ്പോഴേക്ക് നിങ്ങളത് നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്യാം. ഫെബ്രുവരി മന്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് റിവിഷനും അതുപോലെ തന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂസുമാണ്. അതിൽ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യാൻ ഉള്ളത് നമ്മുടെ ആപ്ലിക്കേഷൻസിൽ തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതുപോലെ റിവിഷൻ ഏതെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സുകളും കംപ്ലീറ്റായി എല്ലാതും റിവിഷൻ ചെയ്യാനുള്ളൊരു മാസമാണ് ഈ ഒരു ഫെബ്രുവരി മന്തിൽ. ഇത് രണ്ടിനുള്ള മാസമായിട്ടാണ് നമ്മൾ ഈ ഒരു ഫെബ്രുവരി മന്തിന് കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ നമ്മൾ വരുമ്പോൾ അതിൽ മോഡൽ എക്സാമാണ്. നമ്മുടെ അക്കാഡമി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻസുകളൊക്കെ അയച്ച് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുന്ന് ഓൺലൈനായിട്ട് എക്സാം എഴുതി അതിൻ്റെ ആൻസർ ഷീറ്റുകൾ ഫോട്ടോ എടുത്ത് PDF ആക്കിയിട്ട് നിശ്ചിത ടൈമിനുള്ളിൽ പേഴ്സണലി വാട്സപ്പിൽ നിങ്ങൾ അയച്ചു തരണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ടൈം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരെങ്കിലും ഇനിയും തുടങ്ങാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഇംഗ്ലീഷിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ബേസ് ഇംഗ്ലീഷാണ്. അതൊരു 50% മാർക്കുകളൊക്കെ സാധാരണ ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് ചാപ്റ്റേഴ്സുകളിലൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അതുപോലെ ഇനി ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഞാൻ പറഞ്ഞ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ എന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 2024 ഏപ്രിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. തൊട്ടുതായ ഓരോ ബാച്ചിൻ്റെയും ഓരോ ഇയറിലേതൊക്കെ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ രൂപവും ഭാവമൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒന്നുകൂടെ ബാക്ക് വന്നിട്ട് നമ്മുടെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡിൽ വന്നിട്ട് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ +2 എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് സെർച്ച് കൊടുക്കുക. അല്ലെങ്കിൽ താഴെ ഓരോ വർഷത്തെ 2023 അങ്ങനെ ഓരോ വർഷത്തെ പേപ്പേഴ്സുകൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ,
അപ്പോൾ അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ഇവിടെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ഒരു ഹോം പേജിൽ വന്നിട്ട് ഡൗൺലോഡിൽ വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏരിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴോട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ. ഇതൊക്കെ ഡൗൺലോഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഫസ്റ്റ് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ ഡൗൺലോഡിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ID കാർഡ് ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ സ്റ്റെപ്സുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അതുപോലെ ID കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി തുടങ്ങേണ്ടത്. ഓക്കെ, ഞാൻ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോസുകളും PDF ക്വസ്റ്റ്യൻസുകളൊക്കെ അയച്ചിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് പേജിൻ്റെ മോഡൽ. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് TMA അസൈൻമെൻറ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അസൈൻമെൻറ്റ് എന്നുള്ളത് കൊടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ ഇതേപോലെ തന്നെ ബോൾഡാക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ ഈ ലൈനുകളൊക്കെ ഇട്ടിട്ട് 4 സൈഡിലും അതിൻ്റെ മാർജിനൊക്കെ ഇട്ട് കൃത്യമായിട്ട് നല്ല രീതിയിൽ ഓവർ കളറും മറ്റൊന്നും കൊടുക്കാതെ നല്ല വൃത്തിയിൽ നീറ്റായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ഇംഗ്ലീഷിൻ്റെ അവിടെ ഓരോ സബ്ജക്റ്റ് എഴുതുക, അതിൻ്റെ കോഡ് എഴുതുക. TMA അസൈൻമെൻറ്റ് എന്ന് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. തൊട്ട് താഴെ നിങ്ങളുടെ നെയിം എന്നുള്ളിടത്ത് നിങ്ങളുടെ ID കാർഡിൽ കാണുന്ന നെയിം തന്നെ കറക്റ്റായിട്ട് കൊടുക്കണം. ID കാർഡിൽ കാണുന്ന എൻഡോമെൻറ്റ് നമ്പർ കൊടുക്കണം. അതുപോലെ AI നെയിം, അതും സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞ് ID കാർഡിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് ബ്ലൂ കളറിൻ്റെ ഉള്ളിലായിട്ടൊരു വൈറ്റ് ഇതിലായിട്ട് എഴുതിയത് കാണാം. ആ സ്റ്റഡി സെൻറ്ററിൻ്റെ പേര് മുഴുവനായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. കോഡ് 01 എന്നൊക്കെ പറഞ്ഞാൽ ഒരു കോഡ് വെച്ചിട്ടാണ് തുടങ്ങുക. ആ കോഡ് മുതൽ ലാസ്റ്റ് വരെയുള്ള അഡ്രസ്സ് ഫുള്ളായിട്ട് ഇതിൽ എഴുതാം. ഇങ്ങനെ ഇതിപ്പോൾ ഇംഗ്ലീഷിൻ്റെതാണ്, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാം. ഇതാണ് TMA അസൈൻമെൻറ്റിൻ്റെ ഫസ്റ്റ് പേജ് വരുന്നത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു, ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ഓപ്പൺ ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സുകളാണ് നിങ്ങൾ അസൈൻമെൻറ്റിൻ്റെ ഓരോ പേജുകളിലും എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിടക്കുന്നത് ലെസൺ 11 11ാമത്തെ ചാപ്റ്ററിലാണ് ഇതിൻ്റെ ആൻസർ കിടക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, അതിൻ്റെത് 1ാമത്തെ ലെസണിലാണ് കിടക്കുന്നത്. ഇങ്ങനെ അസൈൻമെൻറ്റിൻ്റെ ഓരോ ആൻസറുകളും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ എവിടെ കിടക്കുന്നത് എന്നുള്ളത് നമ്മുടെ നിങ്ങളുടെ ചാപ്റ്റേഴ്സുകൾ കൊടുത്തത് കൊണ്ട് തന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സുകൾ എവിടെ നിങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഉപയോഗിച്ചോ മറ്റെവിടെന്നെങ്കിലൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ചെയ്യാം. കൃത്യമായിട്ട് ആൻസറുകൾ കറക്റ്റായിട്ട് എഴുതണം. അതുപോലെ തന്നെ AB എന്നുള്ളത്, ഇപ്പോൾ ഉദാഹരണത്തിന് 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ മലയാളത്തിലാണ് എഴുതുന്നതെന്ന് സപ്പോസ് ചെയ്യുക. അങ്ങനെ മലയാളത്തിലാണെങ്കിൽ ഈ 5ൻ്റെ AB എന്നുള്ളിടത്ത് ഇതിപ്പോൾ ക്വസ്റ്റ്യന് ആൻസർ എനി വൺ ഓഫ് ദ ഫോളോവിങ് ആണ്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 2 എഴുതാനുള്ളത് ഉണ്ടാവും ചില ഇതിൽ. അപ്പോൾ അവിടെ AB എഴുതാനുള്ളതാണെങ്കിൽ 5ാമത്തിൻ്റെ ഉത്തരം നിങ്ങൾ മലയാളത്തിലാണ് എഴുതുന്നതെങ്കിൽ Aയും Bയും മലയാളത്തിൽ തന്നെ എഴുതണം. A ഇംഗ്ലീഷിലും B മലയാളത്തിലും അങ്ങനെ മിക്സ്ഡ് ആയിട്ട് എഴുതാൻ പറ്റില്ല. 5ാമത്തിൻ്റെ താഴെ വരുന്ന ഉത്തരങ്ങൾ ടോട്ടലായിട്ട് ABCD ഒക്കെ ആണെങ്കിൽ അത് ഏത് ലാംഗ്വേജ് ആണോ അതിൽ കംപ്ലീറ്റ് ചെയ്യുക. 6ാമത്തേത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം, അതല്ലെങ്കിൽ മലയാളത്തിൽ എഴുതാം. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ്റെയും താഴെ വരുന്ന സബ് ക്വസ്റ്റ്യൻസ് ഏത് ലാംഗ്വേജിലാണോ നിങ്ങൾ എഴുതുന്നത് ആ ലാംഗ്വേജിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ ഇംഗ്ലീഷിൻ്റെ ട്യൂട്ടർ മാർക്കിൽ അസൈൻമെൻറ്റ് TMA എന്ന് എഴുതിയിട്ടുണ്ട്. 302 കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ക്വസ്റ്റ്യൻസുകൾ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ടോട്ടലായിട്ട് എഴുതിയിട്ട് ഓരോ A4കളും കൃത്യമായിട്ട് ഫോട്ടോ എടുത്ത് PDF ആക്കുക. ഇപ്പോൾ ഇംഗ്ലീഷിനൊരു PDF, അക്കൗണ്ടൻസിക്ക് വേറെ PDF, സോഷ്യോളജിക്ക് വേറെ PDF, ഇങ്ങനെ ഓരോന്ന് എഴുതാം. എഴുതുമ്പോൾ നിങ്ങൾ എഴുതിയിട്ട് പേഴ്സണലായിട്ട് എനിക്ക് അയച്ചു തരുമ്പോൾ നിങ്ങൾ 5 MB-നെക്കാട്ടിലും കുറയണം നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള PDF. 5 MB-നെക്കാട്ടിലും കുറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ PDF റെഡ്യൂസർ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് ഇതുപോലെ ക്യാബികളിലതൊക്കെ ആക്കിയിട്ട് നിങ്ങൾ അയച്ചു തരണം. അയക്കുമ്പോൾ റീനെയിം കൊടുക്കുന്നത്, ഇവിടെ ഓരോന്നിൻ്റെയും റീനെയിം കൊടുക്കുന്നത് നിങ്ങൾ ആ സബ്ജക്റ്റിൻ്റെ പേര് തന്നെ കൃത്യമായിട്ട് എഴുതണം. ചിലത് IMG ഇമേജ് 00 എന്നൊക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓരോന്നിൻ്റെയും കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പേര് കൃത്യമായിട്ട്
ഇതിലൊക്കെ എഴുതിയതുപോലെ 343 മലയാളം, അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് പേര് എഴുതിയിട്ട് തന്നെ നിങ്ങൾ അയച്ചു തരേണ്ടതാണ്. ഓക്കെ. നിങ്ങൾക്ക് ഫോട്ടോ നിങ്ങളുടെ ജസ്റ്റ് ഞാനൊന്ന് ഇനി പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും PDF ആക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ PDF ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡ്രൈവ് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്കാൻ എന്നുള്ളത് കാണാം. ഇവിടെ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഫോട്ടോ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് കൊടുത്തിട്ട് ക്രോപ്പൊക്കെ ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്തിട്ട് ഓരോ സൈഡും വേണമെങ്കിൽ എന്തായി കറക്റ്റായിട്ട് കൊടുക്കാം. എന്നിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് ആയി. പിന്നെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരും മറ്റു കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനാണ്. ഇത് കൊടുക്കാതെ ഞാനൊന്നും കൂടെ ബാക്കിലോട്ട് വന്നിട്ട് ഒന്നും കൂടെ സ്കാൻ ചെയ്യുന്നു. ഈ ഒരു ഫോട്ടോ എടുക്കുന്നു, ഇവിടെ അപ്ലൈ കൊടുക്കുന്നു. എന്നിട്ട് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഫോട്ടോയും കൂടെ എടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിൻ്റെ ഫോട്ടോ എടുത്ത്, ഇപ്പോൾ 2 പേജ്, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ 2 പേജായി. അങ്ങനെ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ പേര് കൃത്യമായിട്ട് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവിലോട്ട് അത് സേവ് ആകും. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്യാം സ്കാനറോ അതല്ലെങ്കിൽ എന്തെങ്കിലും PDF ക്രിയേറ്റ് ചെയ്യാല്ല, ഫോട്ടോ എടുത്ത് PDF ക്രിയേറ്റ് ചെയ്യാല്ല ആപ്ലിക്കേഷൻസ് വഴിയൊക്കെ ചെയ്യാം. ഇത് MB കൂടുതലായ ആളുകൾക്ക് അതായിരിക്കും പല ആളുകൾക്കും ബുദ്ധിമുട്ടായി വരുന്നത്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ഗൂഗിൾ ക്രോം എടുക്കുക. എന്നിട്ട് നിങ്ങൾ സെർച്ച് ബാറിൽ നിങ്ങൾ ഇവിടെ PDF സൈസ് റെഡ്യൂസർ എന്ന് ടൈപ്പ് ചെയ്യുക. PDF സൈസ് റെഡ്യൂസർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സൈറ്റുകൾ കാണാം. ഇവിടെ ഐ ലവ് PDF എന്നുള്ള ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. സെലക്ട് PDF കൊടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മീഡിയ പിക്കർ സെലക്ട് ചെയ്തിട്ട് എൻ്റെ ഇതിൽ കാണുന്ന ഇപ്പോൾ സ്റ്റുഡൻസ് ID കാർഡ് ഈ ഒരു PDF ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇത് കൊടുത്തിട്ട് കംപ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അത് കംപ്രസ്സായിട്ട് വരും. ഇപ്പോൾ 254 KB ഉള്ളത് 88.15 KB ആയി. എന്നിട്ട് ഈ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ മെമ്മറിയിലോട്ട് സേവ് ആവും. ഇങ്ങനെ നിങ്ങൾ 5 MB-നെക്കാട്ടിലും കുറഞ്ഞതാക്കിയിട്ടാണ് നിങ്ങൾ സേവ് ചെയ്യേണ്ടത്. അത് നിർബന്ധമാണ്. അതൊരിക്കലും നിങ്ങൾ കൂടുതലായിട്ട് അയക്കരുത്. അതുപോലെ റീനെയിമും കറക്റ്റായിട്ട് അയക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു മാസം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകളൊക്കെ ചാപ്റ്റേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.